ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയും പൗർണമിയുമാണ്. വൈശാഖ മാസത്തിലെ പൗർണമി. ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇന്ന് മഹാദേവിയെ പ്രാർത്ഥിക്കുന്നതിനായിട്ട്. വ്രതം എടുക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ അതിനായി തയ്യാറെടുത്തിട്ടുണ്ടാകും. അവർ കൃത്യമായി നോക്കി വെക്കുന്നതാണ്. വ്രതം എടുക്കാത്ത ആളുകൾ അവർ ഇന്നത്തെ ദിവസം, ഇനി നിങ്ങൾ നോൺ വെജ് കഴിച്ചാലും നോൺ വെജ് കഴിച്ചില്ലെങ്കിലും വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് നന്നായി കുളിച്ചിട്ട് നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിച്ചു കൊള്ളുക. അത് ഈ പൗർണമി ദിവസം, പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ തിങ്കളാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ഈ പൗർണമി ദിവസത്തിൽ അങ്ങേയറ്റം ഉത്തമമാണ്. ചിലർ പൗർണമി വ്രതം ദേവിയെ ഉപാസിച്ചെടുക്കും, ചിലർ മുരുകനെ ഉപാസിച്ചിട്ടെടുക്കും. ഇത് രണ്ടും തന്നെ ഉത്തമമാണ്. വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനും പൗർണമി വ്രതം എടുക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. സാധാരണ പൗർണമി മഹാദേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിലുള്ളവർ എടുക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പൗർണമി ദിവസം അവർ വേലായുധ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. നിറച്ച് വിളക്കൊക്കെ തെളിയിച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. അത് വളരെ വളരെ ഉത്തമമാണ്. ഈ മഹാദേവിയും വേലായുധ സ്വാമിയും കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ മാറും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ലൗകികപരമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറ്റിത്തരുന്നത് അമ്മ മഹാമായയാണ്. ശത്രുദോഷം, കുടുംബദോഷങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കണ്ണുദോഷങ്ങൾ, നമുക്കൊരു ഉയർച്ചയുണ്ടാവാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും മനപ്രയാസങ്ങൾ, ഭയം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഭർത്താവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും നമ്മൾ പല രീതിയിൽ. അതൊക്കെ മാറ്റുന്നതിനായിട്ട് ഭഗവതിക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അമ്മ മഹാമായയാണ്. അമ്മ മഹാമായയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൗർണമി ദിവസം മറക്കാതെ, പ്രത്യേകിച്ച് പൗർണമി സന്ധ്യാസമയത്ത് ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ അമ്മേ നാരായണ എന്ന നാമമോ ഒക്കെ തന്നെ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ അമ്മേ നാരായണ എന്നുള്ള നാമം നിങ്ങളൊരു 108 തവണ അല്ലെങ്കിൽ 1008 തവണയൊക്കെ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. 1008 തവണ ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് അങ്ങേയറ്റം ഉത്തമമാണ്. അതുപോലെ ചിലർ ഈ മുൻജന്മ ദോഷങ്ങൾ കൊണ്ട് ഈ തലയിലെഴുത്ത്, നമ്മളെപ്പോഴും പറയും എൻ്റെ തലയിലെഴുത്താണ്, എനിക്കിത് മാറ്റാൻ സാധിക്കത്തില്ല, ഇങ്ങനെ പറയും. നമുക്കൊരു വിധി അത് വന്നുപോയി, നമുക്ക് അതിനകത്ത് കിടന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു കല്യാണം കഴിച്ചു, ഭർത്താവ് കൊള്ളൂല, കള്ളുകൂടിയനാണ്, നമ്മൾ എത്ര വഴിപാട് നടത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ഒരു മാറ്റവും ഇല്ല, കള്ളുകൂടിയനായിപ്പോയി. നമ്മൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ പറയും ഇത് നമ്മുടെ തലയിലെഴുത്താണ്, എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ദോഷത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മളിങ്ങനെ അനുഭവിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ കള്ളുകൂടിയനാവുമ്പോൾ ചിലപ്പോൾ അയാൾ കള്ളു കുടിച്ച് വെച്ച് വന്ന് സമ്പത്തൊക്കെ നശിപ്പിക്കുമായിരിക്കും, അതല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുമായിരിക്കും, നമ്മൾ സമൂഹത്തിൽ നാണം കെട്ട് ജീവിക്കുകയായിരിക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. ആ കൂട്ടത്തിൽ ഭഗവതിയെ കൂടി പ്രാർത്ഥിക്കണം. ഈ രണ്ടുപേരെയും പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ്. രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ് ഈ പൗർണമി ദിവസങ്ങളിൽ. അപ്പം പൗർണമി ദിവസം ഒന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഭഗവതിയെയും വേലായുധ സ്വാമിയെയും, അതാണ് ഏറ്റവും ഉത്തമം. ചിലർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൗർണമി ദിവസം വളരെ വിശേഷമാണ്. ഓർമ്മക്കുറവുണ്ടാവുക, ബുദ്ധിക്കുറവുണ്ടാവുക, പഠിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക, ശനിദോഷ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, കണ്ടകശനി, ഏഴരശനി ഇങ്ങനെയൊക്കെ ബാധിച്ചിരിക്കുന്ന ആളുകൾ, ചൊവ്വയുടെ ഗൃഹസ്ഥിതിക്ക് ദോഷമുള്ള ആളുകൾ, ചൊവ്വ ദോഷം ഉള്ള ആളുകൾ, ഇപ്പോൾ ചൊവ്വ ദശ നടക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഹനുമാൻ സ്വാമിയെയും ഈ പൗർണമി ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചൊവ്വാഴ്ച ദിവസവും പൗർണമി ദിവസവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. അമ്മ മഹാമായയെ പ്രാർത്ഥിക്കുന്നത്, ആ കൂട്ടത്തിൽ തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഭൂമി സംബന്ധമായ ദോഷമുള്ളവർ,
വീട് വെക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, കുഞ്ഞുങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകാത്ത ആളുകൾ, ത്വക്കുരോഗ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണും. അവർ പൗർണമി ദിവസം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. അതും ഈ സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പൗർണമി സന്ധ്യ അത് വളരെ വിശേഷമാണ്. പൗർണമി സന്ധ്യാ ദിവസം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത്, നാഗക്ഷേത്ര ദർശനം നടത്തുന്നത്, അവർക്ക് നൂറും പാലും വഴിപാട് നടത്തുന്നത്, മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നത്. അപ്പോൾ വിഷസംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല. ചിലർക്ക് വേറൊരു കാര്യമുണ്ട്, ചിലരുടെ വീട്ടിൽ ചില ആളുകളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കങ്ങ് ദേഷ്യമാണ്, ഒരുമാതിരി കലി ബാധിച്ച പോലെ. അവർക്ക് പുറത്തൊക്കെ ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ല, അവർ വളരെ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ആകെ മൂശാട്ടയും ദേഷ്യമൊക്കെ കാണിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ പൗർണമി ദിവസം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ ഭർത്താവാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവർക്ക് വേണ്ടി നാഗദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നാഗദൈവങ്ങളോടും പൗർണമി ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയെയും ഭഗവതിയെയും വേലായുധ സ്വാമിയെയും നാഗദൈവങ്ങളെയും ഒക്കെ തന്നെ ഈ പൗർണമി ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ഫലസിദ്ധി ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ലളിതാ സഹസ്രനാമം നിർബന്ധമായും പൗർണമി ദിവസം വൈകുന്നേരം പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇതുവരെ ലളിതാ സഹസ്രനാമം ജപിച്ച് ശീലിച്ചിട്ടില്ലാത്തവർ, ഇന്ന് വളരെ ഉത്തമമായൊരു ദിവസമാണ്. ഇന്നേ ദിവസം മുതൽ നിങ്ങൾ ലളിതാ സഹസ്രനാമം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഉത്തമമായ ദിവസമാണ് തുടങ്ങാനായിട്ട്. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾ 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ചിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുവാണെങ്കിൽ അത് അങ്ങേയറ്റം ഉത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വെറും തറയിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കരുത്. ഒരു പായോ അതല്ലെങ്കിൽ ഒരു തുണിയെങ്കിലും, കട്ടിയുള്ള ഒരു തുണിയെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്നിട്ട് വേണം ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട്. ഭഗവതിക്ക് ഒരു കിണ്ടിയിൽ അല്പം വെള്ളവും ഒക്കെ സമർപ്പിക്കണം ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ. അതൊരു അർച്ചനയാണ്. ഒരു പഴമെങ്കിലും വെക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ ഉത്തമമാണ്. ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പഴം നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഭക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ പൗർണമി ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേന്മയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ദോഷസ്ഥിതി ഏതാണോ നമുക്ക് മാറേണ്ടത് അതനുസരിച്ചിട്ടുള്ള ദേവതകളെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ എല്ലാ ദേവതകളെയും ഉൾപ്പെടുത്തിയാലും അത് വളരെ ഉത്തമമാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യുക. എന്തായാലും പൗർണമി ദിവസത്തെ പ്രാർത്ഥന മറക്കരുത്. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് ഫലം മാത്രമേ നൽകുകയുള്ളൂ. നാമജപം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക. അത് നമുക്ക് അങ്ങേയറ്റം ഗുണം പ്രദാനം ചെയ്യും. ഇനി നിങ്ങൾക്ക് ഒരു ദോഷ സമയമാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടകശ്ശേരി നടന്നുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്നു, ആകെ നമുക്ക് ഒരു ദോഷപ്പെട്ട കാലാവസ്ഥയാണ്, നമ്മുടെ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കണം, ഇത് നമുക്കൊരു ദോഷ സമയമാണ്. അപ്പോൾ ആ ദോഷ സമയമാകുന്ന ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും ഒക്കെ മനഃപൂർവ്വം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാനും അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും. അവരെന്താണ് പറയുന്നതെന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു നിമിഷം നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കണം, എന്താണ് അവർ നമ്മളോട് പറയുന്നത്, ഇത് ശരിയോ തെറ്റോ, ഈ കാര്യങ്ങളൊക്കെ ഒരു നേർബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. കാരണം നമുക്കൊരു മോശ സമയമാണ്. ആ മോശ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നതിനായിട്ട്, നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു നേർബുദ്ധി ഉണ്ടാക്കി തരണമെങ്കിൽ, ഒരു ബുദ്ധി, നമ്മുടെ ഒരു തെളിമ നമുക്കുണ്ടാക്കി തരണമെങ്കിൽ അവിടെ നാമജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോൾ ഒരു ദോഷ സമയമാണ് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും വളരെ ചിന്തിച്ചും ഒക്കെ തന്നെ ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ഈ ദോഷ സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ ശത്രുത പിടിച്ചു പറ്റുക, അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് ചാടി അത് പിന്നീട് ദോഷമായിട്ട് മാറുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഇങ്ങനെ ഒരു ദോഷമാണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പലവട്ടം ആലോചിക്കും. അങ്ങനെ ഒരു നേർബുദ്ധി നമുക്ക് നൽകണമെങ്കിൽ നാമജപം അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. നാമജപം കൊണ്ട് മാത്രമേ നമുക്ക് ആ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വ്രതങ്ങളൊക്കെ എടുക്കുന്നതും നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അത് നമുക്ക് ഗുണം മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. ഇതുവരെ നാമജപം ശീലമാക്കിയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നു മുതൽ ജപിച്ചു തുടങ്ങിക്കൊള്ളുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.